എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നം. ഒരു മിനിറ്റ്. ഇന്ന് അയോധ്യാകാന്ഡത്തിലെ വനയാത്ര എന്ന ഭാഗം മുതൽ വാത്മീകിയുടെ ആത്മകഥ വരെയാണ് നമ്മൾ വായിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീമതി രാധാമണി അമ്മ, ശ്രീമതി രമണി രാമകൃഷ്ണൻ. രണ്ടുപേരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആരംഭിച്ചോളൂ രാധാമണിജി. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. വനയാത്ര. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ, സൗമിത്രയും ജനകാത്മജിയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകല കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാൻ അനുജ്ഞയാ വൽക്കരം ലക്ഷ്മണൻ താനും അടുത്തുടുത്താൻ. അതുനേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിൽ എന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ പത്തുമുഖാംബുജം ദൂഢമായി നോക്കിനാൾ. എങ്ങനെ ഞാനിത് ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ച് സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നത് കണ്ടോരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ട് നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭർഷിച്ചു കൈകേയി തന്നോട്.
താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്കിൽ സർവാഭരണ വിഭൂഷഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർതൃശുശ്രൂഷയും ചെയ്തു വിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകന്നേവരു ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമറിയിച്ചരുൾ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം ഇത്തമുക്ത്വാ രാമവക്ത്രാംബുജം പാർത്ത പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാം തമംഗഃ ഹാ മമ പ്രാണസമാന മനോഹരേ മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥന് ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ സുന്ദരി വന്നിച്ചു തേരിൽ കരേറിനാൽ ഇന്ദിരാവല്ലഭനാകിയ രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാസിത തുണീരാദികളെല്ലാം കൈകൊണ്ടു വന്നിച്ചു താനും കരേറിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ത്രമാകുലാൽ ദുഃഖേന നടത്തിയിടാൻ ഭൂപനും നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛേതി വേഗാലരുൾ ചെയ്തിത് നിശ്ചലമായതു ലോകവും അന്നേരം രാജീവലോചനൻ ദൂരമറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലെ സ്ത്രീബാലവൃദ്ധാവലി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ട പ്രഭു രാമാദയാനിതേ ദൃഷ്ടിക്ക് അമൃതമായൊരു തിരുമേനി കാണാകിൽ എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ടാർ മന്നവൻ താനും ചിരം പ്രലപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃഗേഹത്തിലാക്കുവിൻ രാമനെ വേർത്തു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടു ഒരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാർ അന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിത് പിന്നെ ഉണർന്നു കരഞ്ഞും തുടങ്ങിനാൻ ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായോരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തിയെ രക്ഷിച്ചു നിന്ന് സുമന്ത്രമായി ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ ബുക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായെങ്കിൽ കാനവാസം എന്നവരും മനസത്തിങ്കൽ ഉറച്ചു മരുവിനാൻ പൗരജനത്തിനു പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സൂര്യൻ ഉദിച്ചാലയിക്കയുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവൻ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിനിയും ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോക നാം ഇപ്പോഴേ കൂട്ടുക തേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ചത് നേരം രാഘവന്മാരും ജനകധനുജയും തേരിലേറിനാർ ആശു സുമന്ത്രരും ചെറ്റയോധ്യാമുഖം
ഗമിച്ചിട്ടത് തെറ്റെന്നു തെക്കോട്ട് തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്ന് കരഞ്ഞതികുണ്ഠിതന്മാരായി പുരിപൂക്കു മേവിനാൻ. സീതാസമേതനം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്ന് ചിത്തശുദ്ധ്യാവസിച്ചിടിനാരേവരും. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം പൊക്കു ജാനകി തന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിദുരേ മരുവീടിനാൻ. ദാശരഥിയും വിദേഹതനുജയും ശിംശിവാമൂലേ സുഖേന വാണിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിയോം. ഹരി ഓം. നമസ്തേ. ഗുഹാസംഗമം. രാമാഗമന മഹോത്സവം എത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ സ്വാമിയായിഷ്ടവയസ്സനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ. പക്വ മനസ്സോടു ഭക്തൈവ സത്വരം പക്വഫലോ മധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസവും പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ടുവനും ഉര ചെയ്തു. ധന്യനായ നടിയനു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇത് ഒരു ദൂഷണഹീനം അധീനമല്ലോ തവ. കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം. അന്തപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദാപാദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ. കാലേ കനിവോടനുഗ്രഹിക്കേണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടും മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമ സഖേ, സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവത്സിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതും ഇല്ലെന്നു മഞ്ഞേ വനവാസകാലം കഴിവോളം. രാജ്യം മമൈതൽ ഭവാൻ മത്സഖിയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോട് കലർന്നു രഘുത്തമൻ. ശുദ്ധവടക്ഷീരഭൂതികളെ കൊണ്ടു ബന്ധമായോരു ജടാമകുടത്തുടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാദരം ആസ്തൃതമായ തൽപസ്ഥലേ പാനീയ മാത്രം അശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പും കൊണ്ടിടിനാൻ. പ്രാസാദമൂർധനി പര്യങ്കേ പുരാവാസവും ചെയ്തുറങ്ങിയിടുന്നത് പോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ട് അതിദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ. ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കര നേത്രനെ കണ്ടീലയോ സഖേ, പർണതൽപേ കുവേ ദാരുമൂലെ കിടന്ന അർണോജനേത്രൻ ഉറങ്ങുമാറായതു. സ്വർണതൽപേ ഭവാനോത്തമേ തൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്കസീംനി വനാന്തരെ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണ ഭൂതയായി വന്നിതു കൈകേയി. മന്ധരചിത്തമാസ്ഥായ കൈകേയി
അന്തമഹാഭാവം ആചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിത്തം ആഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു മദ്വചനം, രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ, കസ്യ സുഖസ്യ വാ കോപി ഹേതുസ്സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യുവതിനാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാത ജഗതി, മറ്റേകൻ മമ ദുഃഖദാ വിധിവ്രത. തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാൻ ഇതിനിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വ്യഥാഭിമാനേന കേൾ. ലോകം നിജകർമ്മ സൂത്രബന്ധം സഹേ, ഭോഗങ്ങളും നിജകർമാനുസാരികൾ. മിത്രാര്യുദാസീന ബാന്ധവാ ദ്വേഷം മധ്യസ്ഥ സുഹൃജന ഭേദബുദ്ധിഭ്രമം. ചിത്തമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖസുഖം നിജകർമ്മവശാഗതം ഒക്കെ ഒന്ന് ഉൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ അലാന്തരെ തത്തൻ പുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദ ഹർഷാദികൾ ചിത്തേ ശുഭാശുഭകർമ്മ ഫലോദേ. അസ്തുദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യം ഉൽപ്പന്നം വിധി വിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കൽ എത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സമസ്തമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായേവനും ഉണ്ടു ജലഭംഗമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തത് തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാമരുകുന്നു ബുധജനം. ദൃഷ്ടമെല്ലാം മഹാമായേ ഭാവന. ഇതം ഗുഹനം സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം. മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്യം ദ്രോണിക സമാരുഹ്യതാം സൗമിത്രിണ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവവീര മമ പ്രാണവല്ലഭ. ശങ്കിവേരാധിപൻ വാക്കുകേട്ട അന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗലാവാംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാലിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവാൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ. രക്ഷാരി വല്ലഭേ ഗംഗേ നമസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാൻ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ. മനോഗതം കൂടെ വിടകൊള്ളുവതിനടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം.
പ്രാണങ്ങളെ കളഞ്ഞിടുവാൻ അല്ലായിലേണ കവിമ്പാനന ജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സിൽ സന്തോഷേണ രാഘവനേവം അരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവിൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദം ഒഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരം ഓരോ വിധം അരുളി ചെയ്തു ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകെന്നയച്ചു രഘുത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ കുഹൻ വീണ്ടും മന്ദിരം കുക്കു ചിന്തിച്ചു മരുവിനാൻ. ഹേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഭരദ്വാജാശ്രമ പ്രവേശം. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു പാദപമൂലേ ദലാഢ്യ തത്പസ്ഥലേ. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവൻ അർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താദരാൽ. ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനന്ദനുണ്ട് തൻ ഭാമിനിയോടും അനുജനോടും വന്ന് പാർത്തിരിക്കുന്നിതുടജാന്തികേ എന്ന വാർത്ത വൈകാതെയുണർത്തിക്ക എന്നപ്പോൾ. താപസശ്രേഷ്ഠനോട ബ്രഹ്മചാരി ചെന്നാഭോഗ സന്തോഷമോട് ചൊല്ലിയിടിനാൻ. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്തം സമുത്ഥായ ഹസ്തേ സമാദായ സാർഘ്യപാദ്യാദിയും ഗത്വാ രഘുത്തമസന്നിധൗ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യാനുജാന്വിതം. ആശീർവചനപൂർവം മുനിപുങ്കവൻ ആശയാനന്ദമിരുമിയെന്നരുളി ചെയ്തു. പാദരജസാ പവിത്രയാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമം. ഇത്തമുക്തോടുജമായ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജതബോധനാശ്രേഷ്ഠനരുൾ ചെയ്തു. നിന്നോട് സംഗമമുണ്ടാക കാരണമിന്നു വന്നു തപസ്സാഫല്യമൊക്കവേ. ജ്ഞാതമ്മയാതബോധന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ഞാൻ അറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതുമായയാ ഭൂതലേ. ബ്രഹ്മണാ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതോ യാതൊന്നിനെന്നതും കാനനവാസവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേനിന്നതിനെന്നെടോ. ജ്ഞാനദൃഷ്ട്യാതവ ധ്യാനൈകജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ. ഇത്തം അന്യോന്യം ആഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി. വാത്മീകി ആശ്രമ പ്രവേശം. ഉത്ഥാനവും ചെയ്തു ശശി മുനിവരപുത്രന്മാരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദീ നദിയെയും ഉത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ. തത്ര വാത്മീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുലസങ്കുലം കേവലം. നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമ വൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമ ഫലദല സംയുതം. തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ.
രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരേക്ഷണമിന്ദ്രാദിവൃന്ദാരകൈരഭിവന്ദിതം ബാണതോണീരധനുർധരം വിഷ്ടപത്രാണനിപൂണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോ വേദം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാത്മീകിയും തഥാ സന്തോഷ ബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർനീടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗത്പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടതാ മുക്തിപ്രദനായ നാഥനു സാദരം പക്വ മധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാം അറിയാമല്ലോ യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം ഇദ്ദിക്കിൽ ഒട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ടാശ മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാത്മീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണമരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരമാഖ്യ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസ മന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാൻ ഇരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി മന്ത്രജാപകരായുള്ള മാനുഷർ തൻ മനപ്പങ്കജം തേ സുഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷ മാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായൊരു മനസ്സൊടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടുമേ ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവ വാസായ മന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ ക്ഷുതൃഭയ സുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിൽ ആത്മാവിനില്ലേതും ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരുത്തൻ ഭവന്തം പരം ചിത്ഘനം വേദസ്വരൂപമനന്തമേകം സദാം വേദാന്തവേദ്യമാദ്യം ജഗത്കാരണം നാനാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്തം സമസ്താധാരം സർവഗതം പരമാത്മാനം അലേപകം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാം ആത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപതേ സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം സന്തതം ത്വത്പാദ സേവാരതാത്മനാം സന്തതം ത്വന്നാമമന്ത്രജപശുചി സന്തോഷ ചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാവാരിധേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ ഇന്നത്തെ ഈ പാരായണവും നമുക്ക് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ ഭക്തി ആദരപൂർവം സമർപ്പിക്കാം.
ഇവിടെ വലിയൊരു കാര്യമാണ് വാൽമീകി മഹർഷി പറഞ്ഞത്. അത് നമ്മൾ നാരായണീയത്തിലെ 21ാമത്തെ ദശകത്തിൽ പഠിക്കുന്നതാണ്. എവിടെയാ ഭക്തൈകവത്സരം അമത്സര ഹൃത്സുഭാന്തം എന്ന് പഠിക്കുന്നുണ്ട്. ഭക്തിയോടെ മത്സരബുദ്ധി ഇല്ലാതെ ജീവിക്കുന്ന, ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സിലാണ് ഭഗവാൻ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ എവിടെയാണ് താമസിക്കാൻ നല്ല സ്ഥലം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്ക് സുഖവാസ മന്ദിരം. ഭഗവാന്റെ വാസസ്ഥലമാക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് എന്നാണ് വാൽമീകി മഹർഷി നമുക്കാണ് പറഞ്ഞു തന്നത്. അത് രാമചന്ദ്രസ്വാമിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് അറിയാം. അപ്പൊ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഓരോ മനസ്സും രാമന്റെ സ്ഥലമാവട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ശ്രീരാമചന്ദ്രസ്വാമി വിളങ്ങട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് ഇവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.